KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണി തന്നെ വന്നേക്കും. 2 ദിവസത്തിനകം തീരുമാനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഹൈക്കമാൻഡ് തീരുമാനം ഉടൻ ഉണ്ടായേക്കും. കെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനാണ് നീക്കം. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനാക്കണമെന്ന് കത്തോലിക്ക സഭാ നേതൃത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. സണ്ണി ജോസഫിന്റെ പേരും നിർദ്ദേശിച്ചിട്ടുണ്ട്. KC വേണുഗോപാലിനെയും മുതിർന്ന നേതാക്കളെയും ബിഷപ്പുമാർ നിലപാട് അറിയിച്ചു. വിവരങ്ങളുമായി ആർ റോഷിപാലും സജോ ദേവസിയും നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, ഗുഡ് മോർണിംഗ്. ആന്റോ ആന്റണി അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളത് ആർ റോഷിപാലിന്റെ പൊളിറ്റിക്കൽ ബ്രേക്കാണ്. ഇപ്പോൾ അക്കാര്യത്തിൽ ഏകദേശ ധാരണയായി കഴിഞ്ഞു എന്നതല്ലേ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? തീരുമാനം എപ്പോൾ പ്രതീക്ഷിക്കാം? സുജയ പാർവതി, KPCC അധ്യക്ഷ പദവിയിൽ നിന്നും കെ സുധാകരനെ മാറ്റുമ്പോൾ പകരം ആന്റോ ആന്റണി എത്തും എന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു എന്ന സൂചനകളാണ് നേതാക്കളിൽ നിന്ന് ലഭിക്കുന്നത്. ഏതായാലും സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് തലസ്ഥാനത്താണ്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റാലി ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. 1-2 ദിവസത്തിനകം തന്നെ KPCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും. ആന്റോ ആന്റണിയെ KPCC അധ്യക്ഷനായി പ്രഖ്യാപിക്കുമെന്ന വിവരങ്ങളാണ്. ഏതായാലും KC വേണുഗോപാൽ ദില്ലിയിലെത്തിയതിന് തൊട്ടു പിന്നാലെയാകും പ്രഖ്യാപനം എന്ന സൂചനകളുമുണ്ട്. ഇന്ന് പരിപാടി കഴിഞ്ഞ് നാളെ വൈകിട്ടോടെ തന്നെ KC വേണുഗോപാൽ ദില്ലിയിലേക്ക് തിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനം മറ്റൊന്ന് കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതാണ്. കെ സുധാകരൻ അതൃപ്തിയുണ്ട്. അതൃപ്തി ഇന്നലെ പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും കൃത്യമായി മാറ്റം നിർബന്ധമാണ് അല്ലെങ്കിൽ അനിവാര്യമാണെന്ന സന്ദേശം സുധാകരൻ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി കടുംപിടുത്തമില്ലാതെ പദവി ഒഴിഞ്ഞു കൊടുക്കുക എന്നത് തന്നെയാണ് മുന്നിൽ. അല്ലെങ്കിൽ AICC തീരുമാനം ഉടൻ തന്നെ പ്രഖ്യാപിക്കും. നേരത്തെയൊക്കെ നമുക്കറിയാം തെന്നൽ ബാലകൃഷ്ണപിള്ളയും മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ള പല KPCC അധ്യക്ഷന്മാരെ മാറ്റുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവർ AICCയുടെ തീരുമാനം അറിയുന്നത് തന്നെ. അതിനു മുമ്പുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നത്. പക്ഷേ സുധാകരന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന നൽകുകയും കെ സുധാകരനെ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സംസാരിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തതാണ്. ഇനി കെ സുധാകരൻ മുന്നോട്ട് വെച്ച സണ്ണി ജോസഫിനെ എന്തുകൊണ്ട് പരിഗണിക്കാൻ പറ്റില്ല എന്ന കാര്യവും അറിയിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി പ്രഖ്യാപനം എപ്പോൾ വരും എന്നതാണ്. ഏറ്റവും അടുത്ത ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം എന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. സുജയ. ഓക്കെ റോഷിപാൽ, ഞാൻ തിരികെ എത്താം. സജോ ദേവസി കൂടി നമുക്ക് പോകുന്നുണ്ട്. സജോ ദേവസി, ആ ബിഷപ്പുമാരുടെ ഒരു നീക്കം, അത് സണ്ണി ജോസഫിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കമായിട്ടാണ് നമ്മൾ കാണുന്നത്. അവിടെയും പ്രാമുഖ്യം ആന്റോ ആന്റണിക്കല്ലേ സഭയും നൽകുന്നത്? സുജയ, ഈ കാര്യത്തിൽ കോൺഗ്രസ് നേരത്തെ തന്നെ ക്രൈസ്തവ സഭകളുമായി ആശയവിനിമയം നടത്തുക എന്നൊരു ധാരണയിലെത്തിയിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം സമീപകാലത്ത് കേരളത്തിൽ നടക്കുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് തിരിച്ചടിയാകുമോ, ക്രൈസ്തവ വോട്ടുകളും സഭകളും അകലുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പരിഗണനയിലേക്ക് പോകണം എന്ന ചർച്ച കോൺഗ്രസ് നേതൃതലത്തിൽ തന്നെ ചില സർവേകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് സഭാ നേതൃത്വം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായി ആശയവിനിമയം നടത്തിയത്. അതായത് KPCC അധ്യക്ഷ പദവിയിൽ മാറ്റം സംബന്ധിച്ച് ചർച്ചകൾ തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടന്നു. എപ്പോൾ മാറ്റുന്നോ ആ ഘട്ടത്തിൽ, അതായത് സിറോ മലബാർ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കുക എന്ന നിർദ്ദേശമാണ് ബിഷപ്പുമാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ തോമസ് തറയിൽ, തലശ്ശേരി ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംബ്ലാനി അടക്കം സിറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മിറ്റിയിലുള്ള ബിഷപ്പുമാർ എന്നിവരാണ് KC വേണുഗോപാലുമായി ആശയവിനിമയം നടത്തിയത്. ആദ്യഘട്ടത്തിൽ പല പേരുകൾ ഉയർന്നു വന്നു. അതിൽ പ്രധാനമായും സണ്ണി ജോസഫ് MLA, ഒപ്പം പേരാവൂർ MLA, കണ്ണൂരിൽ നിന്നുള്ള പേരാവൂർ MLA സണ്ണി ജോസഫ്, ഒപ്പം പത്തനംതിട്ട MP എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.